യേശുക്രിസ്തുവിനെ ഭക്ഷിക്കുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 52 മുതൽ 59 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോൾ യഹൂദന്മാർ തമ്മിൽ തർക്കിച്ചു, ഇവന് തൻ്റെ ശരീരം ഭക്ഷണമായി നൽകാൻ എങ്ങനെ സാധിക്കും? യേശു അവരോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവനില്ല. എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. എൻ്റെ മാംസം യഥാർത്ഥ ആഹാരവും എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാകുന്നു. ഭക്ഷണപാനീയങ്ങളുടെ ഊർജം സ്വാംശീകരിക്കുമ്പോൾ നാം കഴിക്കുന്നത് നമ്മുടെ ഭാഗമാകുന്നു. യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നാം യേശുവിലേക്ക് ഇഴുകിച്ചേരുന്നു. നമുക്ക് സ്വയം നൽകുന്ന ഒരു ഗ്രാഫിക് മാർഗം. ഈ വിധത്തിൽ നാം അവനെ സ്വീകരിക്കുമ്പോൾ അവനുമായുള്ള ആഴത്തിലുള്ള ഐക്യത്തിലേക്ക് നാം കൊണ്ടുവരപ്പെടുന്നു. അങ്ങനെ നാമും യേശുവും അവൻ്റെ ജീവിതവും ദൈവത്തിൻ്റെ ജീവിതവും പങ്കിടുന്നു. നാം ദൈവീക രഹസ്യങ്ങളാണ്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ലോകത്തിൽ നടക്കുമ്പോൾ ദൈവീക കൂടാരമായി അത് മാറുകയാണ് ചെയ്യുന്നത്. 2. യേശുവിൻ്റെ സന്ദേശം. യേശുവിൻ്റെ സന്ദേശം അവനാണ് നമ്മുടെ ജീവിതം, അവനാണ് ജീവിതത്തിലേക്ക് നയിക്കുന്ന പാത, അവനാണ് നമ്മുടെ അസ്തിത്വത്തിൻ്റെ ആന്തരിക സത്യം. അതുപോലെ ക്രിസ്തുവാണ് നിത്യജീവൻ്റെ സാരാംശം. അവൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് പ്രാർത്ഥനയിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ വാക്കുകൾ ഏറ്റവും ആഴത്തിലുള്ള അർത്ഥതലത്തിൽ വിനിയോഗിക്കുന്നതിലൂടെയും ദിവ്യകാരുണ്യത്തിൻ്റെ രഹസ്യത്തിൽ അവനെ കണ്ടുമുട്ടുന്നതിലൂടെയും മാത്രമേ നമുക്ക് നമ്മിൽ തന്നെ യഥാർത്ഥ ജീവിതം ലഭിക്കുകയുള്ളൂ. 3. ഞാൻ മറ്റുള്ളവരെ ശ്രദ്ധിക്കുമ്പോൾ യേശുവിൻ്റെ ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ എന്നെ തന്നെ കേൾക്കുന്നു. എൻ്റെ ചെറുത്തുനിൽപ്പുകൾക്കപ്പുറം യേശു എന്നെ വിളിക്കുന്നു. എനിക്ക് ജീവൻ മാത്രമല്ല, അവൻ്റെ സത്തയും തന്നു. യേശു എന്തു ചെയ്യും എന്ന് ഞാൻ വെറുതെ ചിന്തിക്കുന്നില്ല. യേശു എന്ന വലിയ സത്യം എന്നിൽ ജീവിക്കുന്നു. അവൻ്റെ ജീവൻ ലോകത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. പ്രിയരെ, ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിൻ്റെതായി നമുക്ക് ജീവിക്കുവാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.